ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹീന്ദ്ര റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത അവരുടെ 5 ഡോർ താറിനെ പറ്റിയാണ്. താർ റോക്സ് എന്നാണ് മഹീന്ദ്ര 5 ഡോർ വേർഷനെ വിളിക്കുന്നത്. ലുക്സിനെ പറ്റി പറയുവാണെങ്കിൽ 3 ഡോർ വേർഷനിൽ നിന്ന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് മഹീന്ദ്ര 5 ഡോറിലും ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ 3 ഡോർ താറിൽ കണ്ട 7 സ്ലോട്ട് ഗ്രില്ലിന് പകരം ഒരു 6 സ്ലോട്ട് ഡബിൾ സ്റ്റാക്ഡ് ഗ്രില്ലാണ് മഹീന്ദ്ര 5 ഡോർ താറിന് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പാണ് മഹീന്ദ്ര റോക്സിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു സി ഷേപ്പ് DRLലും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു 19 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് മഹീന്ദ്ര റോക്സിന് കൊടുക്കുന്നത്. അതുപോലെ 18 ഇഞ്ച് വീൽസ് ആണ് മിഡ് വേരിയൻസിനും മഹീന്ദ്ര കൊടുക്കുന്നത്. അതുപോലെ റിയർ ഡോറിനും ഒരു വെർട്ടിക്കലി പൊസിഷൻഡ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. താർ EV കോൺസെപ്റ്റ് കണ്ട ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് ക്വാർട്ടർ ഗ്ലാസ് ആണ് മഹീന്ദ്ര 5 ഡോർ വേർഷനും കൊടുത്തിരിക്കുന്നത്. റിയറിലേക്ക് വരുവാണെങ്കിൽ 3 ഡോർ വേർഷനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് 5 ഡോറിലും കാണാൻ പറ്റുന്നത്. ആകെയുള്ള ഒരു മൈൽഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് പുതിയ C ഷേപ്ഡ് LED ടെയിൽ ലൈറ്റ്സ് ആണ്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ ഗ്ലൈഡിലാണ് താർ റോക്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. വീൽ ബേസിലേക്ക് വരുവാണെങ്കിൽ 2850 mm ആണ് റോക്സിൻ്റെ വീൽ ബേസ്. സസ്പെൻഷനിലേക്ക് വരുവാണെങ്കിൽ സ്കോപ്പിയോ കണ്ട ഒരു സിമിലർ ടൈപ്പ് സസ്പെൻഷൻ സെറ്റപ്പാണ് റോക്സിലും മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനും റിയറിൽ പെൻറ്റാലിങ്ക് സസ്പെൻഷനുമാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ FST ഡാമ്പേഴ്സും മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് മഹീന്ദ്ര റോക്സിന് കൊടുക്കുന്നത്. ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും ആ എഞ്ചിൻ അറൗണ്ട് 177 ഹോഴ്സ് പവറും 380 ന്യൂട്ടൺ ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ആ എഞ്ചിൻ അറൗണ്ട് 175 ഹോഴ്സ് പവറും 370 ന്യൂട്ടൺ ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര ഈ 2 എഞ്ചിൻ ഓപ്ഷനും ഒരു 6 സ്പീഡ് മാനുവലിലോ ഓർ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടബിൾ ഗിയർ ബോക്സിനും ഓഫർ ചെയ്യുന്നുണ്ട്. ഈ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ മഹീന്ദ്ര 4 വീൽ വേർഷനായിട്ടും കൊടുക്കുന്നുണ്ട്. റോക്സിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഇലക്ട്രോണിക്കലി ലോക്കിംഗ് ഡിഫറൻഷ്യലും 41.7 ഡിഗ്രി അപ്രോച്ച് ആംഗിളും അതുപോലെ 36.1 ഡിഗ്രി ഡിപ്പാച്ചർ ആംഗിളും 650 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും മഹീന്ദ്ര റോക്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഹീന്ദ്ര റോക്സിൻ്റെ AX7 ലക്ഷറി 4x4 വേരിയൻറ്റിന് ഓഫ് റോഡ് ക്രൂസ് കൺട്രോളും കൊടുക്കുന്നുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ 2.5 കിലോമീറ്ററിനും 30 കിലോമീറ്ററിൻ്റെ ഇടയ്ക്കും മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ടൈറ്റർ ടേൺസ് ഈസി ആയിട്ട് എടുക്കുന്നതിന് വേണ്ടി റിയറിലെ ഇന്നർ വീൽസ് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും, സ്റ്റിയറിംഗ് ഡയറക്ഷനെ ബേസ് ചെയ്ത്. ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നതിന് വേണ്ടി 15 കിലോമീറ്ററിന് താഴെയായിരിക്കണം സ്പീഡ്. അതുപോലെ തന്നെ 15 സെക്കൻഡ്സിലേക്ക് മാത്രമേ ഇത് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതിനൊപ്പം ഒരു 10.25 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഒരു 9 സ്പീക്കർ ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റവും പാനറമിക് സൺറൂഫും നമുക്ക് കാണാൻ സാധിക്കും. വെന്റിലേറ്റഡ് സീറ്റ്സും 6 വേ പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും മഹീന്ദ്ര റോക്സിന് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ 6 എയർ ബാഗും ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസൈൻ കൺട്രോളും ESPയും ടയർ പ്രഷർ മോർണിംഗ് സിസ്റ്റവും 360 ഡിഗ്രി ക്യാമറയും ലെവൽ 2 ADASും മഹീന്ദ്ര റോക്സിന് കൊടുത്തിട്ടുണ്ട്. പ്രൈസിങ്ങിലേക്ക് വരുവാണെങ്കിൽ 12.99 lakhs ആണ് റോക്സിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അതുപോലെ 4x4 വേരിയൻറ്റിൻ്റെ പ്രൈസ് മഹീന്ദ്ര ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഞാൻ കാണുന്നത് മഹീന്ദ്ര എയിം ചെയ്യുന്ന 5 ഡോർ താറിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു താറിൻ്റെ ലുക്ക് വേണം, എന്നാൽ 5 ഡോർ പ്രാക്ടിക്കാലിറ്റിയും എല്ലാ ഫീച്ചേഴ്സും പാക്ഡ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സിനെയാണ് മഹീന്ദ്ര 5 ഡോർ വേർഷൻ താർ കൊണ്ട് എയിം ചെയ്യുന്നത്. ഓഫ് റോഡ് മുന്നിൽ കണ്ടെടുക്കുന്നവർ 3 ഡോർ വേർഷൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം ലോങ് വീൽ ബേസും വൈറ്റ് ഇൻറ്റീരിയറും ഓഫ് റോഡിന് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനല്ല. താർ റോക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ താർ എടുക്കുവാണെങ്കിൽ 5 ഡോർ വേർഷനാണോ 3 ഡോർ വേർഷനാണോ കൺസിഡർ ചെയ്യുക എന്നുകൂടി കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ പറയുന്നതിനായി ടോർക്കി ടോക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So that's it for now. See you in the next video. Until then, bye.